റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളില്ല. UDF-ന് പിന്തുണ നൽകും. നാളെ ജില്ലാടിസ്ഥാനത്തിൽ യോഗം ചേർന്ന ശേഷം മറ്റന്നാൾ തീരുമാനം പ്രഖ്യാപിക്കും. 2021-ൽ 18 സീറ്റുകളിലാണ് വെൽഫെയർ പാർട്ടി മത്സരിച്ചിരുന്നത്. VS രഞ്ജിത്ത്, നമുക്ക് ആ വാർത്ത സ്ഥിരീകരിക്കാമല്ലോ അല്ലേ? വെൽഫെയർ പാർട്ടി ഇക്കുറി UDF-ന് പൂർണ്ണ പിന്തുണ നൽകാൻ പോകുന്നു. കഴിഞ്ഞ തവണ 18 സീറ്റുകളിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി ഇക്കുറി ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തില്ല. എല്ലാ മണ്ഡലങ്ങളിലും UDF-നെ പിന്തുണയ്ക്കാനായിരിക്കുമോ തീരുമാനം വെൽഫെയർ പാർട്ടിക്ക്, ജമാഅത്തെ ഇസ്ലാമിക്ക്? VS രഞ്ജിത്ത്. ഡോക്ടർ അരുൺകുമാർ, ഒരു കാര്യം അവർ സ്ഥിരീകരിക്കുന്നു. ഇന്നാണ് ഇപ്പോൾ നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി. അവർക്ക് സ്ഥാനാർത്ഥികളില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. 2021-ൽ 18 സ്ഥാനാർത്ഥികളെ കോഴിക്കോട്, കുന്നമംഗലത്തും എലത്തൂരിലും ഉൾപ്പെടെ 18 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു. മറ്റു മണ്ഡലങ്ങളിൽ അവർ UDF-ന് പരസ്യ പിന്തുണയല്ലെങ്കിലും പിന്തുണ കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ ഒരു മണ്ഡലത്തിൽ പോലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. അവിടെ ആർക്കൊക്കെയാണ് പിന്തുണ എന്ന കാര്യത്തിൽ നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം മറ്റന്നാൾ പ്രഖ്യാപനം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് തന്നെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നിട്ടുള്ള ഒരു സൗണ്ട് ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ LDF ഭരണം ഇല്ലാതാക്കുക എന്നുള്ളതാണ്, LDF-ന് തുടർ ഭരണം ഇല്ലാതാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ LDF-ന്റെ ഭരണം ഇല്ലാതാക്കാൻ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് UDF-ന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും UDF-ന് പിന്തുണ കൊടുത്തിരുന്നു. സമാനമായ രീതിയിൽ UDF-ന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വെൽഫെയർ പാർട്ടി ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇക്കുറി അത് മൈൽഡാക്കി പിടിക്കാനുള്ള ഒരു കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആരോപണം LDF ഉന്നയിക്കുകയും CPM ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ആരോപണം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ അത്ര ശക്തമായി CPM ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും നമ്മൾ തന്നെയാണ്. ഒരൊറ്റ മണ്ഡലത്തിലും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും ജമാഅത്തെ ഇസ്ലാമി UDF ബാന്ധവം ചർച്ചയാകുമോ എന്നുള്ളതാണ്. തിരിച്ചും UDF ആരോപണം ഉന്നയിക്കുമല്ലോ.